ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവരും വാവയുടെ നെയിമിംഗ് സെറിമണി വീഡിയോ കണ്ടു കാണുമല്ലോ. കാണാത്തവർക്കായിട്ട് ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് കണ്ടു നോക്കണേ. വാവയുടെ നെയിമിംഗ് സെറിമണിക്ക് യൂസ് ചെയ്ത ഈ ബോർഡ് ഞങ്ങൾ വീട്ടിൽ തന്നെ ചെയ്തതാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അതെങ്ങനെയാണ് ചെയ്തതെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ. മോൻ്റെ നെയിം റിവീൽ ചെയ്യുന്നത് നേരിട്ട് പറയാതെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഇതുപോലത്തെ കുറേ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ റെഡിലി അവൈലബിൾ ആണ്. ഇവിടെ പക്ഷേ ഇതുപോലത്തെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴാണ് ഒന്ന് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നിയത്. കുറച്ച് സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ അധികം പൈസ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞാനപ്പോൾ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷോട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ ചൂസ് ചെയ്തു, ഞങ്ങൾ വീട്ടിൽ തന്നെ എടുത്തതാണ്. പിന്നെ ഫ്രെയിം ചൂസ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് സൈസ് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ അത് ചെയ്തു. ഫോട്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒന്ന് ഫിൽറ്റർ ചെയ്ത് കൊടുത്തു കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഫിൽറ്റർ ഇതിൽ അപ്ലൈ ചെയ്യാം. ഞാൻ ഓൾറെഡി ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഈ ടെക്സ്റ്റൊക്കെ ഓൾറെഡി ചൂസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടെക്സ്റ്റൊക്കെ എടുക്കുന്നതെന്ന് ഇതിൽ കാണാം കേട്ടോ. കളർ ഇവിടെ കൊടുക്കാം, അതുപോലെ ബോർഡർ കളറും നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഫോണ്ട് നമ്മൾ ഇതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അതും കൊടുത്തു. പിന്നെ അതിൻ്റെ സൈസ് അലൈൻമെൻറ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഇതേ ഒരു പേര് ഞാൻ മലയാളത്തിലും ടൈപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങനെ അത് മലയാളത്തിലും ടൈപ്പ് ചെയ്ത് കൊടുത്തു. അങ്ങനെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ കാണുന്ന ഈ എക്സ്പോർട്ട് ബട്ടൺ വെച്ചിട്ട് നമ്മളത് ഗാലറിയിലേക്ക് സേവ് ചെയ്തു കേട്ടോ. എന്നിട്ടാണ് നമ്മൾ പ്രിൻ്റ് എടുത്തത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ അത് പ്രിൻ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ പ്രിൻ്റ് എടുക്കുമ്പോൾ ഒന്നെങ്കിൽ സ്റ്റിക്കി ടൈപ്പായിട്ടുള്ള പോസ്റ്ററായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നോർമൽ പോസ്റ്ററായിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് നോർമലായിരുന്നു. അത് കാരണം ഞാൻ നോർമലായിട്ടുള്ളൊരു പോസ്റ്റർ സൈസിലൊരു പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് നമ്മളായിട്ട് തന്നെ ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ആദ്യം അത് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഞാനിത് ഒട്ടിക്കാനായിട്ട് എടുത്തത് ഫോം ബോർഡാണ്. നമുക്കിത് പിന്നെ കാർഡ്ബോർഡിലും ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ ഫോം ബോർഡായിരിക്കും കുറച്ചുകൂടി എളുപ്പം, അതുകൊണ്ട് ഫോം ബോർഡാണ് എടുത്തത്. അപ്പോൾ അത് ആ ഒരു ഷേപ്പിൽ, ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്ന് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ഐറ്റംസേ ഇതിന് ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ടൊന്ന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എനിക്കിത് കുറേ സമയം നിന്ന് ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു. കുറച്ച് റെസ്റ്റൊക്കെ വേണ്ട ടൈമാണല്ലോ. അപ്പോൾ ഏട്ടനും എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ ഏട്ടനും ഞാനും കൂടിയിട്ടാണ് ഇത് ചെയ്യേണ്ടായിരുന്നത്. പിന്നെ ഇത് ഗം വെച്ച് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഇത് ഒട്ടിക്കുമ്പോൾ നമ്മൾ കുറേശ്ശെ വേണം ഒട്ടിക്കാൻ, ഇല്ലെങ്കിൽ ചുളിവ് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സൈഡ് മെല്ലെ മെല്ലെ ഒട്ടിച്ച് അത് കഴിഞ്ഞിട്ട് അടുത്ത സൈഡ്, അങ്ങനെയാണ് ഒട്ടിച്ചു കൊടുത്തത് കേട്ടോ. ഒപ്പം തന്നെ ഒരു ടിഷ്യൂ വെച്ചിട്ട് മെല്ലെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇൻ കേസ് ഇപ്പോൾ ഗം എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് പരന്നു കഴിഞ്ഞാൽ ആ ടിഷ്യൂ വെച്ച് അപ്പം തന്നെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. പിന്നെ ഈ ഫോം ബോർഡ് പോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫോം ബോർഡും വാങ്ങാൻ കിട്ടും. അപ്പോൾ അതാണ് ഞാനിതിൻ്റെ ബോർഡർ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്തത്. അതാവുമ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിൽ ഗം വെച്ച് ഒട്ടിച്ചു കൊടുക്കാൻ എളുപ്പമാണ്. പിന്നെ ആ ഒരു സൈസ് പെൻസിൽ വെച്ച് മാർക്ക് ചെയ്ത് അത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇനി നമുക്ക് ഈ ബോൾസ് ഇടാനും പിന്നെ അത് കട്ട് ചെയ്യുമ്പോൾ അത് വരാനും ആയിട്ടുള്ളൊരു ഹോൾ ഉണ്ടാക്കണം. അത് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ചെറിയൊരു പോർഷൻ അതിനു വേണ്ടി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഈ ഒരു ഫോം ബോർഡ് ഒട്ടിക്കാനായിട്ട് എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഗം യൂസ് ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ ഞങ്ങളിവിടെ ഗൊറില്ലയുടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തത്. അപ്പോൾ അത് നല്ല സ്ട്രോങ് ആയിരുന്നു, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ അത് 2 സൈഡ് ഒട്ടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള പേപ്പറാണ് ഇതിൻ്റെ മുകളിൽ കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിവിടെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് റാപ്പാണ് കേട്ടോ യൂസ് ചെയ്തത്. ഇതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. നമുക്ക് വേണമെങ്കിൽ ക്ലിംഗ് റാപ്പും യൂസ് ചെയ്യാം, പക്ഷേ അത് ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി സ്ട്രോങ് ആണ്. അപ്പോൾ ഇതും നമ്മൾ ഈ ഒരു ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെയാണ് മെല്ലെ മെല്ലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അത് നല്ല വലിച്ചു പിടിച്ചിട്ട് ഒട്ടിക്കണം, ഇല്ലെങ്കിൽ അതിൽ ചുളിവ് വരും. ചുളിവ് വരാതെ നോക്കണം. അങ്ങനെ നമ്മുടെ ഒരു പാതി പണി കഴിഞ്ഞു കേട്ടോ. ഇത് ലാസ്റ്റ് അടിഭാഗത്ത് അത്ര തിക്കില്ലാത്ത കാരണം അവിടെ ഒട്ടിക്കുമ്പോൾ കുറച്ച് കഷ്ടമായിരുന്നു. എന്നാലും തിരക്കേടില്ല. ഇനി നമ്മളത് ബ്ലേഡൊക്കെ വെച്ച് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുത്തു കേട്ടോ. ഇനിയാണ് മെയിൻ പണി. ഇതിൻ്റെ ഉള്ളിലേക്ക് തെർമോക്കോൾ ബോൾസ് നിറയ്ക്കണം. അത് കുറച്ച് പണിയായിരുന്നു. അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ നിറയ്ക്കാൻ പറ്റുള്ളൂ. ആ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ കൂടെ വേണം നിറയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മളൊരു 5-6 പാക്കറ്റ് ഇതുപോലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇതിലേക്ക് യൂസ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം മെല്ലെ മെല്ലെ ഈ ഒരു ഗ്യാപ്പിൽ കൂടെ ഇട്ട് നിറച്ച് കൊടുക്കുകയാണ് ചെയ്തത്. കുറച്ചൊക്കെ പുറത്ത് പോയി, പിന്നെ അത് പിന്നെ എടുത്ത് ഫില്ല് ചെയ്തു. അത് കുറച്ച് സമയം എടുത്തു കേട്ടോ ചെയ്യാനായിട്ട്. അങ്ങനെ എല്ലാ തെർമോക്കോൾസും നിറച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സൈഡിൽ ഞാനൊരു കട്ടിയുള്ള ഒരു പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്തു. അത് വലിച്ചിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് കുറച്ച് പാളിപ്പോയി. ലാസ്റ്റ് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തെടുക്കേണ്ടി വന്നു. എന്നാലും സംഭവം അടിപൊളിയായിട്ട് വന്നു. ഇവിടെ എല്ലാവർക്കും വളരെ ഇഷ്ടമായി. വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.